ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണം. ഇന്ത്യ ഒരു ക്ലാസ്സിലൂടെ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളിലും മാതാക്കളിലും ഉമ്മമാരിലും എല്ലാവരിലും ഉണ്ടാക്കുന്ന പ്രശ്നത്തെ കുറിച്ച് അവതരിപ്പിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ടേബിളും കസാലയൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിയ ബട്ടൺ നിൽക്കാനും നിരന്തരം എൻ്റെ വീഡിയോ കാണാനും മറന്നു പോകരുത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് ഞാൻ കഠിന പരിശ്രമത്തിലാണ്. എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഞാൻ ഇതുവരെ കൗൺസിലിംഗ് ആരെയും ചെയ്തിട്ടില്ല. നമ്മുടെ മക്കളെ മാത്രം കൗൺസിലിംഗ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്കത് പറ്റില്ല. പഠനകാലത്ത് എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പകുതി വെച്ച് പഠനം നിർത്തിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നിലുള്ള കഴിവുകൾ അവതരിപ്പിക്കാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഉപകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറന്നു പോകരുത്. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഉമ്മമാരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഉപ്പമാരിൽ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കണില്ല. കാരണം ഉപ്പമാരുടെ മൊബൈൽ എടുത്തിട്ട് അവർക്ക് കളിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവരെടുത്ത് കളിക്കാറില്ല. സാധാരണ ഉമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണത്. അതുകൊണ്ട് ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കേൾക്കണമെന്നാണ് ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികളെ മൊബൈലിന് മുന്നിൽ ഇരുത്തിയിട്ട് അവരെ ഇതിന് അഡിക്റ്റ് ആക്കി മാറ്റിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലേന്ന് അറിയില്ല. എന്നാലും അതാണ് സത്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ മൊബൈൽ ഫോൺ കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടികളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുത്തുകയാണ്. കുട്ടി ചോറ് വാരി കൊടുക്കുന്ന സമയത്ത് നമ്മൾ വാരി കൊടുത്താലും അവരുടെ ഒരു കയ്യിൽ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിച്ചു പോകുന്നില്ല ഈ കുട്ടി ഇതിന് അഡിക്റ്റ് ആയി മാറുകയാണെന്ന്. അങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ ഈ കുട്ടിയെ അഡിക്റ്റ് ആക്കി മാറ്റിയിട്ട് ഈ കുട്ടി കാരണം നമുക്ക് പിന്നെ വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകും എന്ന് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാതെയാണ് കുട്ടികളുടെ കയ്യിൽ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നത്. ഈ മൊബൈൽ ഫോൺ കാരണം കുട്ടികൾക്ക് അമിതമായ വാശി, എന്തൊക്കെയാണ് വികൃതികള്, തല്ലുകൂടുക, അക്രമാശീലരായി ഉമ്മമാരെ തല്ലുക, കുട്ടികൾ തമ്മിൽ വീട്ടിലുള്ളവരെ ടച്ച് ഷേപ്പാക്കുക, അതുപോലെ കസാല എടുത്തെറിയുക, ടേബിള് തല കുത്തനിടുക, അങ്ങനെ വിവിധ തരം പ്രശ്നങ്ങൾ ഈ മൊബൈൽ ഫോൺ കാരണമുണ്ട്. ഈ മൊബൈൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കുട്ടികളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങാന്ന് വിചാരിച്ചാല് അവരെന്താക്കണത്, അവര് അവിടെ ചുറ്റുഭാഗമുള്ള സാധനങ്ങളും മുഴുവനും നശി കുസിയാക്കി എറിഞ്ഞ് പൊളിച്ച് കേടത്തി തല കുത്തനെ മറിഞ്ഞ് റോഡിലേക്ക് പല അപകടങ്ങളും കുട്ടികൾ ഉണ്ടാക്കുന്നു. ഇത് നിങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ക്ലാസ് അല്ല, ഇത് എനിക്കും കൂടി ഒരു പാഠമാണ്. അറിയാതെയും നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളും ഫോൺ എടുക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഇതിൽ നിന്ന് പിന്തിരിയാൻ ആഗ്രഹമുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കുട്ടികളെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ചാടിക്കുന്നത്. മൊബൈലിന്റെ അമിത ഉപയോഗം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാന്ന് നമുക്ക് നല്ലോണം അറിയാമെങ്കിലും അറിയാത്തതുപോലെ നമ്മൾ അഭിനയിക്കുന്നതാണോ അതോ നമ്മൾ നിർബന്ധിതരാകുകയാണോ എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നിർബന്ധിതരാവുകയാണ് കുട്ടികളുടെ അടുത്ത് മൊബൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നിർബന്ധിതരാകുന്നു, അവരും നിർബന്ധിതരാകുന്നു. ഈ ഒരു കൊറോണ കാലം വന്നതോടു കൂടിയാണ് മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളിൽ വന്നത്. കാരണം എന്താന്ന് വെച്ചാല് അന്ന് പഠനകാലത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പുകളിലൂടെ ഓൺലൈൻ ക്ലാസ് നടന്ന് കുട്ടികൾ അതൊരു അവസരമാക്കി. അതുവരെ എൻ്റെ മൊബൈൽ എവിടെ കണ്ടാലും കുട്ടികൾക്ക് വേണ്ടായിരുന്നു. അന്ന് മുതലാണ് നമ്മുടെ ഫോണുകളിലൊക്കെ നെറ്റ് ഫുള്ള് നെറ്റ് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് കയറ്റുന്നത്. അതിനു മുമ്പത്തെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നെറ്റ് കയറ്റാറുണ്ടെങ്കിലും അതിനൊരു പരിധി ഉണ്ടായിരുന്നു. ഒരു 1 GB ഒരു മാസത്തേക്ക് നമ്മൾ അന്ന് കയറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു മാസം കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അങ്ങനെയല്ല. 1 GB നെറ്റ് നമുക്ക് ഒരു ദിവസത്തിന് പോലും തികയുന്നില്ല. നമുക്ക് അൺലിമിറ്റഡ് നെറ്റിലേക്ക് പോകേണ്ടി വന്നൊരു സാഹചര്യം നമുക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിന പരിശ്രമം. അപ്പൊ ആ കൊറോണ കാലമാണ് നമ്മളെ കുട്ടികളെയും നമ്മളെയും നശികുശി കോലത്തിലാക്കിയത്. അതുകൊണ്ട് നമുക്ക് ആ കാലഘട്ടത്തിൽ നിന്ന് തിരിച്ചു വരാൻ ഇനി വളരെ പ്രയാസമാണ്. നമുക്ക് കൂടുതൽ ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കാന്നല്ലാതെ ആ സാഹചര്യം മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാത്തതിൽ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഓരോ ദിവസം കഴിയും തോറും കുട്ടികൾ മൊബൈലിന് അഡിക്റ്റ് ആയി മാറുന്നത് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്. അത് നമുക്ക് തിരുത്താൻ ഒരു പരിധി വരെ സാധിക്കും. എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ
വീട്ടിൽ നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ എടുക്കുന്നതും കുറക്കുക. അതുകൊണ്ട് നമ്മൾ മൊബൈൽ ഫോൺ തോണ്ടിക്കൊണ്ട് കുട്ടികളുടെ അടുത്ത് പറയാണ്, കുട്ടിയെ നീ മൊബൈൽ കളിക്കരുത്, അത് അപകടം ഉണ്ടാക്കും. അങ്ങനെ മൊബൈലിന്റെ ദോഷഫലങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവരെന്താക്കും, അവരെന്തായാലും മൊബൈൽ ഫോൺ എടുക്കാതെ നിൽക്കില്ല എന്നാണ് പറയാനുള്ളത്. ഉമ്മാർക്ക് കളിക്കാലോ, പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ കളിച്ചാൽ മാത്രം പ്രശ്നം എന്നുള്ളത് അവരുടെ മനസ്സിൽ വരും. അതുകൊണ്ട് കുട്ടികളെ കാണാൻ മുതിർന്നവരാരും മൊബൈൽ എടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കഴിയുമെങ്കിൽ അവരെ പോലെ അവർക്ക് 1 മണിക്കൂർ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ 1 മണിക്കൂർ എനിക്കും വേണം എന്ന് അവരെ മുന്നിൽ ഇരുന്നിട്ട് നമ്മൾ വാശി പിടിച്ചിട്ട് നമ്മൾ പറയാം, അനക്കൊരു നിനക്കൊരു മണിക്കൂർ. അങ്ങനെ എത്ര കുട്ടികൾ ഉണ്ടെങ്കിൽ 5 കുട്ടികൾ ഉണ്ടെങ്കിൽ ഓരോ കുട്ടിക്ക് എന്നുള്ള കോലത്തിൽ ഓരോ മണിക്കൂർ ഒരു ദിവസത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ 1 മണിക്കൂർ ഓലെ കാണാൻ നമുക്ക് കളിക്കാവുന്നതാണ് എന്നാണ് പറയാനുള്ളത്. അങ്ങനെ ടൈം വെച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് അവർ സ്കൂളിലേക്ക് പോയാൽ കുറച്ച് ടൈം ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസ് ഉണ്ടാവുന്ന ടൈമിൽ നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കുക. കുട്ടികളുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും മൊബൈലിൽ അഡിക്റ്റ് ആയതുപോലെ തോന്നാതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായത്തിലുള്ളത്. അപ്പൊ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന അനാവശ്യ വാശി, ദേഷ്യം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് മോചനം നേടേണ്ടതുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മൊബൈൽ ഫോൺ ഇരുതല മൂർച്ചയുള്ള വാളാണ്. അത് ഉപയോഗിക്കുന്ന ഉപകാരങ്ങളും ഉപദ്രവങ്ങളും കുട്ടികളെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം എന്താ വെച്ചാല് കുട്ടികളിൽ നമ്മൾ എന്തെങ്കിലും ലിങ്ക് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ അതിലെങ്ങാനും ക്ലിക്ക് ചെയ്ത ചില സമയത്ത് മൊബൈലിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്കോ, ചെറിയ കുട്ടികളടുത്ത് നമ്മൾ ഫോൺ കൊടുത്ത കാരണത്താൽ അവരെന്തെങ്കിലും മെസ്സേജ് കണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മളുടെ എല്ലാ വിവരങ്ങളും ചോർന്നു പോയി. എല്ലാ വിവരങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലം ഗൂഗിൾ പേ അതുപോലെ ഫോൺ പേ ഒക്കെ ഉള്ള കാലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികളടുത്ത് മൊബൈൽ കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പലതരം അക്കൗണ്ട് എത്രേ പൈസ എന്നുള്ളത് പോലും അറിയാതെ ലക്ഷക്കണക്കിന് പൈസ മൊബൈലിൽ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ചോർന്നു പോകുന്നതാണ് പറയാനുള്ളത്. നമ്മൾ ആവശ്യമില്ലാത്ത വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് കുട്ടികൾക്ക് അറിയണില്ല. ഇത് ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചതാണെന്ന് അറിയില്ല. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണമാണ് പ്രിയപ്പെട്ടവരെ അത് സംഭവിക്കുന്നത്. പിന്നെ ആ പോയ പൈസ നമുക്ക് തിരികെ ആരും തരാണ്ടാവില്ല. കള്ള ഫേക്ക് ഐ ഡി കൂടെയൊക്കെ നമ്മുടെ വിവരങ്ങൾ ചോർത്താനുള്ള പല ഈ തട്ടിപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കഴിയുന്നതും സുരക്ഷ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ കുട്ടികളിൽ നിന്ന് ഇതിൽ നിന്ന് മോചിതാക്കുക. കുട്ടികൾക്ക് വേണ്ട കളി സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുക. കുട്ടികളെ കൂടെ നമ്മൾ കളിക്കുക. കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഏത് കുട്ടിയും നന്നാകാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മൾ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നമ്മുടെ കുട്ടികൾ. അതുകൊണ്ട് ഈ മൊബൈൽ ഫോണിൽ നിന്ന് എനിക്കും ഒരു മോചിതം വേണം, നിങ്ങൾക്കും ഒരു മോചിതം വേണം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോ എനിക്കിതാ പറയാനുള്ളത്. പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ മൊബൈൽ ഫോൺ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കും, കണ്ണിന് കംപ്ലൈന്റ് വരും. കണ്ണിന് ആ നീല വെളിച്ചം, മൊബൈലിൽ നിന്ന് വരുന്ന ആ നീല വെളിച്ചം നമുക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മളെ കാഴ്ച ശക്തിയെ ബാധിക്കും. നമ്മുടെ കണ്ണിലേക്കുള്ള നരമ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ കാഴ്ച ശക്തി തിരിച്ച് കിട്ടുകയില്ല. അതുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് മൊബൈല് ലൈറ്റുള്ള സ്ഥലത്ത് മാത്രം ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇരുട്ടത്ത് നമ്മൾ ഒരിക്കലും മൊബൈൽ ഫോൺ കളിക്കരുത്. നമ്മുടെ സൗകര്യം നോക്കി നമ്മൾ ഇരുട്ടിൽ രാത്രി കാലങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് റൂമിൽ ലൈറ്റ് ഇട്ടിച്ച് കളിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോ എല്ലാവരും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കൗൺസിലിംഗ് ക്ലാസ്സിന് പോയിട്ടില്ല. കൗൺസിലിംഗ് ക്ലാസ് ഞാൻ കേൾക്കാറുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വൈൻഡപ്പിന്റെ ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഇതേപോലെ നിങ്ങളെ അടുത്ത് പറയാനുള്ളത് വെച്ചാൽ എനിക്കും 5 മക്കളാണുള്ളത്. 5 മക്കളാണ് എനിക്കുള്ളത്. 5 മക്കളിൽ 4 മക്കൾ എൻ്റെ അടുത്തുണ്ട്. ഒരു മോന് ഉമ്മമാന്റെ അടുത്തും ഉപ്പപ്പാന്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ 4 മക്കളും മൊബൈൽ ഫോണ്, 2 പെൺകുട്ടികൾ മൊബൈൽ ഫോണിന് അധികമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മറ്റു 2 ആൺകുട്ടികളും മൊബൈൽ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് നിങ്ങളടുത്ത് പറയണം തോന്നി. ഞാൻ മാറ്റുന്ന ഒരു സംഗതി നിങ്ങളിലും ഒരു മാറ്റം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ
ഇതുമായിട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചു. മൊബൈലിൽ അഡിക്റ്റ് ആയി മാറാൻ പ്രധാന കാരണം മൊബൈലിലുള്ള ഗെയിമാണ്. ഓൺലൈൻ ഗെയിം കളിച്ചിട്ടാണ് കുട്ടികൾ അഡിക്റ്റ് ആയി മാറുന്നത്. ഈ ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകൾ അക്കൗണ്ട് വിറ്റുകാണ്ടൊക്കെ ഗെയിം കുട്ടികൾ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കാരണത്താല് പല വഴക്കുകളും അടികളും വീട്ടിലുണ്ടാകും. ഇത് കാരണത്താല് പല കച്ചറകളും നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയൊരു മൊബൈൽ ഫോണിൽ നിന്നാണ് ഇത്രയും കച്ചറ ഉണ്ടാകുന്നത്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഈ മൊബൈല്, ഈ അക്കൗണ്ട്, ഫ്രീ ഫയർ എന്നൊക്കെ ഗെയിമിൽ അക്കൗണ്ട് വിൽക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അത് നമ്മൾ അറിയാതെ അവരെന്തൊക്കെ തോണ്ടിയിട്ട് അക്കൗണ്ട് വിൽപ്പന, നമ്മുടെ അക്കൗണ്ട് വരെ അവർ വിറ്റ് കളിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ നിന്നൊക്കെ മോചിതരായി നമ്മുടെ ഫോൺ നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കാം. നമ്മൾ മുൻകരുതൽ എടുക്കുക. കുട്ടികളെ കാണാൻ നമ്മൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികൾ പോയിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ, എന്നാലും അത്ര പ്രശ്നങ്ങളില്ല. അപ്പൊ അതൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് കുട്ടികള് ഒരു പാഠമാകാനും നമ്മളെ കണ്ട് കുട്ടികൾ പഠിക്കാനും ഒരു പാഠമായി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. എനിക്ക് പറയാനുള്ള എന്റെ കുക്കിങ്ങിന്റെ ചാനലിലൂടെയാണ് ഞാൻ നിങ്ങളടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അറിവ് വർദ്ധിക്കുകയും അതുപോലെ മറ്റുള്ളവർക്ക് പുതിയ അറിവ് ലഭിക്കുകയും ചെയ്യുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി ഇതിന്റെ ബാക്കി ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്ലാസ് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ.